വെറും 12 പന്തിൽ നിന്ന് യുവിക്ക് അർദ്ധ സെഞ്ചുറി, ഒപ്പം വേഗത്തിൽ 50 തികച്ച റെക്കോർഡും. ഇന്നും ആ റെക്കോർഡ് യുവിയുടെ പേരിൽ തന്നെ തുടരുന്നു. അന്ന് 16 പന്തിൽ 7 സിക്സറും 3 ബൗണ്ടറികളും അടക്കം 58 റൺസുമായി യുവി അവസാന ഓവറിലെ 5-ാം പന്തിൽ മടങ്ങിയപ്പോൾ ഇന്ത്യൻ സ്കോർ 4-ന് 218 റൺസിലെത്തിയിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് തകർത്തടിച്ചെങ്കിലും 19-ാം ഓവറിലെ യുവിയുടെ ആ പ്രകടനം ആവർത്തിക്കാൻ ഇംഗ്ലീഷ് നിരയിൽ ആളുണ്ടായില്ല. 20 ഓവർ അവസാനിച്ചപ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസിലെത്താനേ അവർക്കായുള്ളൂ. 18 റൺസിന്റെ തോൽവി. വെറും 18 റൺസിനാണ് ഇംഗ്ലണ്ട് തോറ്റതെന്ന് അറിയുമ്പോഴാണ് യുവിയുടെ ആ വെടിക്കെട്ട് ഓവറിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. സിക്സർ പരമ്പരയിലൂടെ യുവരാജ് ക്രീസിലെ പ്രതികാരത്തിന്റെ കൊടുമുടിയാണ് അന്ന് കീഴടക്കിയത്. പകരത്തിനു പകരം ചെയ്യാനുള്ള ആവേശം മനസ്സിൽ നുരഞ്ഞു പൊന്തുമ്പോൾ അത് ശരീരത്തിലേക്കും ആവേശിക്കും. ആരെങ്കിലും ഒന്ന് പ്രകോപിപ്പിക്കണമെന്ന് മാത്രം. പിന്നെ സ്വയം മറന്ന ഒരു തരം ഉറഞ്ഞുതുള്ളലായിരിക്കും. യുവരാജിന്റെ ക്രിക്കറ്റ് ലാംഗ്വേജ് തന്നെ അതായിരുന്നു. യുവരാജ് വിരമിച്ച് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും താരത്തിനൊത്ത പകരക്കാരനെ കണ്ടെത്താൻ ഇന്ത്യൻ ക്രിക്കറ്റിന് ഇനിയുമായിട്ടില്ലെന്ന നിരാശ കൂടിയുണ്ട് ഒരു ലോകകപ്പ് കൂടിയെത്തുമ്പോൾ ഇന്ത്യക്ക്. ഇതുപോലെ ഒരു താരം ഇനിയുണ്ടാകുമോ എന്ന ചോദ്യവും ഇപ്പോഴും അതുപോലെ ബാക്കി നിൽക്കുന്നു.